Hi students, in the last class we have discussed what is coordination. The coordination is the force to bind all other managerial functions. കോർഡിനേഷൻ്റെ അഭാവത്തിൽ എല്ലാ മാനേജറിയൽ ഫങ്ഷൻസും യൂസ്ലെസ് ആണ് എന്ന് നമുക്ക് പറയാം. So today we are going to discuss with the characteristics and its importance of coordination. So the first point is it integrates the group efforts. The coordination integrates the group efforts. Here the management gives a special focus to group efforts to ensure the activities are in line with predetermined goals. Second point, it ensures the unity of action. It acts as a link between the departments and to ensure that all the activities are in accordance with the pre-objective. Third point is, it is a continuous process. As we know, it starts with planning and ends with the controlling. അതോടുകൂടി കോർഡിനേഷൻ ഇവിടെ അവസാനിച്ചു എന്നർത്ഥമാക്കുന്നില്ല. നാളെ മറ്റൊരു ടാസ്കുമായി വീണ്ടും കോർഡിനേഷൻ ആരംഭിക്കുന്നതാണ്. The fourth point is, it is all pervasive function. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും കോർഡിനേഷൻ അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ ഇന്റർ ഡിപ്പെൻഡന്റ് സ്വഭാവം കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ് ഈസ്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദി മാനേജേഴ്സ്. ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുക എന്നുള്ളത്. മിഡിൽ ലെവൽ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും. അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ വർക്കേഴ്സും. 6. ഇറ്റ് ഈസ് ദ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയപ്പെടുന്നത് വളരെ ബോധപൂർവം ഒരു മാനേജർ നിറവേറ്റേണ്ട ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. ഇതെല്ലാമാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്നത്. സോ ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഇൻ സൈസ്. ഒരു ബിസിനസ് സ്ഥാപനം ലോങ് റണ്ണിൽ വളരുന്നതോടുകൂടി ആ സ്ഥാപനത്തിന്റെ എംപ്ലോയീസിന്റെ എണ്ണവും ജോലിയും വർദ്ധിക്കുന്നു. ഓരോ ഇൻഡിവിജ്വൽസിന്റെ ജോലിയും സ്പീഡും ആറ്റിറ്റ്യൂഡും വ്യത്യസ്തമാണ്. സോ ഇറ്റ് ബിക്കം നെസസറി ടു എൻഷുർ the individual work towards the common goals. So second point is function of differentiation. In an organization, there may be a different departments like finance, production, marketing, etc. So ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. It is a different from other departments. So it is needed to be a system to coordinate all the activities of different departments. The third point is specialization. ബിസിനസ് ഗ്രോ ചെയ്യുന്നതിലൂടെ സ്പെഷ്യലൈസേഷൻ സാധ്യമാകുന്നു. ഓരോ വ്യക്തികളും ഡിപ്പാർട്ട്മെന്റുകളും ഓരോ മേഖലയിൽ സ്പെഷ്യലിസ്റ്റുകളാകുന്നു. ഇവിടെ സ്പെഷ്യലിസ്റ്റുകൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാകാൻ ഇടയാകുന്നു. ഇവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ഓഫ് കോർഡിനേഷന്റെ സഹായമില്ലാതെ ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയില്ല. ഇത്രയുമാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയപ്പെടുന്നത്. അടുത്തതായി മാനേജ്മെന്റ് ഇൻ 21st century. As the business began to grow, the activities are go beyond the boundaries of the country. The role of manager will also increase. ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് ഉപരി ഒരു ഗ്ലോബൽ മാനേജേഴ്സ് എന്ന ചിന്തയിൽ വരെ കൊണ്ടെത്തിച്ചു. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന ജോലികളിൽ തികച്ചും വ്യത്യസ്തമായി വിദേശ മാനേജേഴ്സിന്റെ പദവിയിൽ, ഫങ്ഷണൽ മാനേജേഴ്സിന്റെ പദവിയിൽ, ഒരു ബിസിനസ് ലീഡറിന്റെ പദവിയിൽ വരെ മാനേജേഴ്സിനെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതുവരെ നമ്മൾ കോർഡിനേഷന്റെ മീനിങ്ങും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസും പിന്നെ മാനേജ്മെന്റ് 21st centuryയിൽ എങ്ങനെയായി തീർന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കിക്കണ്ടത്. അപ്പം ഇതിൽ
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.